ക്രിസ്തുവിൽ ബഹുമാന്യരും സ്നേഹിതരുമായ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു മൈക്കിളാഞ്ചലോ ഇല്ലായിരുന്നുവെങ്കിൽ പിയത്ത എന്ന മനോഹര ശില്പം ഉണ്ടാകുമായിരുന്നില്ല. കവിയില്ലാതെ വാക്കുകൾക്ക് കാവ്യമാകാനും സാധ്യമല്ല. ചിത്രകാരനില്ലാതെ ഛായങ്ങൾക്ക് ചിത്രമാകാനും സാധ്യമല്ല എന്നു പറയും പോലെ ഉദ്ധിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സർവം ത്യജിക്കാതെ ആർക്കും പുരോഹിത വൃത്തിയിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനാണ് ബഹുമാനപ്പെട്ട എൽ.സി. പ്രസന്റേഷൻ അച്ഛൻ. അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി സ്വജീവിതം മറ്റുള്ളവർക്കായി ഉരുകിവെച്ച ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. കത്തിജ്വലിക്കുന്ന പ്രഭാപൂരിതനായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്നേഹമൂർത്തിയായ സൂര്യന് സമനാണ് അദ്ദേഹമെന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. ആരും കൊതിപ്പിക്കുന്ന ആദർശ ജീവിതം നയിച്ച മഹാപുരോഹിതനായിരുന്നു അദ്ദേഹം പുരോഹിത വൃത്തിയിലേക്ക് പ്രവേശിച്ചത് 1893 സെപ്റ്റംബർ 17 അദ്ദേഹം ഗോവയിൽ വെച്ചാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കൊടുമുടികൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഉപചാരം കൊടുമുടി ആവുക എന്നത് തന്നെയാണ്. കൊടുമുടിക്കുമേൽ ഉയർന്നു നിൽക്കുന്നവനാണ് സെബാസ്റ്റ്യൻ എൽ.സി. പ്രസന്റേഷൻ അച്ഛൻ. ആലപ്പുഴ രൂപതയിലെ കാട്ടൂർ ഗ്രാമത്തിലെ സ്വന്തം പുരോഹിതനായ അദ്ദേഹം സ്വജനത്തിനു വേണ്ടി സ്വസമുദായത്തിനു വേണ്ടി അക്ഷീണം എത്തിച്ച വന്യ പുരോഹിതനാണ്. നല്ല ഇടയനാണ് അദ്ദേഹം. ക്രിസ്തുനാഥൻ്റെ ത്യാഗോജ്വലമായ ജീവിതം മാതൃകയാക്കി നല്ല ഇടയൻ്റെ പരിവേഷമണിഞ്ഞ് നമുക്ക് മാതൃകയായ ഉത്തമ വൈദിക ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ ജീവിതങ്ങളും വെന്തിരിഞ്ഞാലും മണക്കുന്ന ചന്ദനം പോലെ ആവട്ടെ, സുഗന്ധപൂരിതമാകട്ടെ.